അവരുടെ ഒരു ഇതിനകത്തോട്ട് ഒരു 1000 രൂപയുടെ 2000 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. 2 ദിവസം കഴിയുമ്പോൾ 2000 കിട്ടാൻ 4000 കിട്ടും. അങ്ങനെ ഇരട്ടി പൈസ കിട്ടുന്നു. തങ്കച്ചേട്ടത്തെ അതിനകത്തൊന്നും കൈ കൊടുക്കല്ല. ഫേസ്ബുക്കിനകത്തൊക്കെ എന്തോരം കാണുന്നതാ. ഇതൊന്നുമല്ല. ഇനി ഞാനപ്പോ എല്ലാ പെണ്ണുങ്ങളും കൊടുക്കുന്നു. അപ്പൊ എനിക്ക് നാണായിട്ട് പാടില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വെച്ചാൽ 2000 രൂപ അങ്ങ് എടുത്ത് കൊടുത്തു. അത് പോയില്ല. 4000 രൂപ ആയിരുന്നത്. 4000 രൂപ കിട്ടി. അവരുടെ കയ്യിൽ പൈസ ഇരിക്കുന്നു. തിരിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ 2000 രൂപ അല്ലേ ഇട്ടത്. അപ്പൊ 4000 എനിക്ക് വേണ്ട, എന്റെ 2000 അങ്ങ് തന്നാൽ മതി. 2000 അതിനകത്തോട്ട് തന്നെ ഇടാൻ പറഞ്ഞു. മറ്റന്നാൾ ഇനിയും കിട്ടും 4000 രൂപ. 1000 രൂപയുടെ സ്കീം ഉണ്ടോ? 1000 500 എന്ത് വേണമെങ്കിലും. പക്ഷെ 1000 ഇട്ട 500 ഇട്ട് എനിക്ക് തോന്നുന്നു ഇരട്ടി ആവൂല എന്ന് തോന്നുന്നു. 1000 രൂപ ഇട്ടാൽ 1000 മുതൽ അങ്ങോട്ടാണ് ഇരട്ടി ആവുള്ളൂ. 500 ഇട്ടാണ്ട് 150 രൂപ അത്ര കണ്ട കയറുള്ളൂ. 1000 മുതൽ എത്ര ഇട്ടാലും ഇരട്ടി പൈസ. 2000 രൂപ 4000 രൂപ. നീ എന്തിനാ ഇപ്പൊ ഇതറിയണം? നിന്റെ വല്ല ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. ഇടാനായിട്ട് ഒന്നുമില്ല. എന്റെ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചാക്കിയൊന്നും വേണ്ട. ഞാനൊരു വാടകയ്ക്ക് കട എടുത്തു കൊടുത്ത് തന്നെ കമ്മീഷൻ മേടിക്കാൻ പോയതാ. അത് പക്ഷെ നടന്നില്ല. കിട്ടിയായിരുന്നെ ഇപ്പം രൂപ 3000 എടുത്തിട്ട്. എന്റെ പൊന്നു മോനെ, നിനക്ക് അതിനൊന്നും വിധിയില്ല. നീ 150 രൂപ അരിയും സാധനങ്ങൾ മേടിക്കാൻ തന്നെ 100 150 നിന്നും ഇസ്കി എന്തെങ്കിലും അരിയുണ്ടയോ ഗോതമ്പുണ്ടയോ ഒക്കെ മേടിച്ച് 1000 രൂപ ഇതെവിടുന്നാ? ഇത് റോസ്മേരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കനകമ്മച്ചമ്പിടെ ഞാൻ മേടിച്ചതാ. മറ്റേ മോട്ടിവേഷന്റെ ഇടയിൽ മേടിച്ചത്. അപ്പൊ നീ കൊടുത്തില്ലേ റോസ്മേരിക്ക്? അല്ല, മറ്റേ കടവാടക കമ്മീഷൻ കിട്ടുമ്പോ കൊടുക്കാന്ന് വിചാരിച്ചേ. അത് കിട്ടിയില്ലല്ലോ. അപ്പൊ അയാള് പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അന്നേരം തരാമെന്ന്. അത്ര ദിവസം എനിക്ക് ചെലവിന് പൈസ ഇല്ല. 1-2 കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ഈ പൈസ ഇടാം. ഞാൻ പൈസ നീ അവക്ക് കൊടുത്തുന്നല്ലേ? അത് മച്ചമ്പി എടുത്ത് പറയണ്ട. അതാ ഞാൻ പൈസ ഇട്ട കാര്യം മച്ചമ്പി എടുത്ത് പറയണ്ട. ഇതിപ്പോ ഇന്ന് ഇടുമ്പോ നാളെ 2000 കിട്ടുമല്ലോ. 2000 കിട്ടുമ്പോ റോസ്മേരിക്ക് നാളെ കഴിഞ്ഞ് അപ്പൊ അത് റോസ്മേരിക്ക് അയച്ചു കൊടുത്താ പോരെ. ഇടാൻ പോണോ? ദൈവമേ, എല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ നടക്കുന്നു. അല്ല, എല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ നമ്മളിങ്ങനെ ഓരോ തിരിച്ച് പൈസ ഉണ്ടാക്കി അങ്ങ് അവരെ വിളിച്ചു പറ. അവരെന്താ വിളിച്ചു പറയാ? പിന്നെ റൊണാൾഡ് 1000 ഇതിനകത്ത് ചേരണ്ട പേര്. പറയേണ്ട കാര്യമില്ല. അവര് പറയാതെ പിന്നെ അങ്ങനെ എനിക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റും? അമ്മയ്ക്കിടോ ഇത് ഇരട്ടിപ്പിക്കണ്ടേ? നിനക്കുണ്ടല്ലോ ഒരു മണ്ണരയുടെ ബുദ്ധി പോലും ഇല്ലേ? ഇവിടെ ഏതെങ്കിലും നാട്ടിലുണ്ടോ 1000 ഇട്ടാ 2000 പിറ്റേ ദിവസം തന്നെ കിട്ടുന്നത്? ഏതെങ്കിലും നാട്ടിലുണ്ടോ? നോട്ട് അടിക്കുന്ന മിഷ്യനോ? പാലക്കാട്ട പെണ്ണുങ്ങളുടെ കട്ടിമാല 6000-4000 വെച്ച്. നീ വല്ലതും കണ്ടിട്ടുണ്ടോ അവരുടെ കട്ടിമാല 4000 അവർക്ക് എനിക്ക് തന്നതും കണ്ടിട്ടുണ്ടോ? നിങ്ങളോട് ഇപ്പൊ കുടുംബശ്രീയിൽ ആരാണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് 4000 കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്കീമല്ല, അതാണ് ബുദ്ധി. മനസ്സിലായില്ല? പറയാം. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടീനെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഇവിടെ പൊട്ടനും ചെട്ടിയതാ. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പൈസ തന്ന് നിങ്ങൾ അത് ഇടുന്നു തരുന്നു. അങ്ങനെയല്ല, ഏതാണ്ട് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പോലീസുകാരനെ റൊണാൾഡ് ചതിച്ച ആ റൊണാൾഡിനെ പോലീസുകാരന്റെ പെങ്ങള് ചതിക്കും. ആ ചതിയാണ് ഇപ്പൊ 1000 രൂപയിലിരിക്കുന്നത്. ഇത് ഞാൻ എന്റെ ആങ്ങളയ്ക്ക് തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചതിച്ച് മേടിച്ചല്ല. അത് റോസ്മേരിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ആവശ്യമായിട്ട് മേടിച്ച. അത് കടവ, അത് പിന്നെ കൊടുക്കുമല്ലോ. അത് എന്റെ വേറെ ഒരു പൈസ ഇല്ല. പൈസ അത് അങ്ങനെ ചെയ്യരുത്. തരൂല്ല മോനെ.